ിക്കുന്നു വലിയ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. നിങ്ങളുടെ കൃപയ്ക്കായി വാഴ്ത്തുന്നു, നിങ്ങളുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുകയും അത്ഭുതമാക്കി ചേർക്കുകയും ചെയ്യുന്നല്ലോ. ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം, നന്ദിയോടെ കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഈ നിമിഷം വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗാത്മാവിനോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിന്റെ മേലോ അവകാശമില്ല. ഇന്ന് എൻ്റെ ദാരിദ്ര്യത്തെ കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ബഹുസമ്പന്നതയിലാണ്. ഞാൻ വായ്പ മേടിക്കത്തില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്ന സമയമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തെടുക്കുന്ന സമയമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. എല്ലാ ദിവസത്തെ പോലെ ഇന്ന് ഞാൻ പറയുന്നു, ഇത് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളാൽ നടത്തുന്നതിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് വേഗത്തിൽ തന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന, അധികം സമയം എടുക്കാതെ തന്നെ ഇന്ന് 1-2 കാര്യങ്ങളുണ്ട്. എങ്കിലും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ വഴി നടത്തുന്നല്ലോ. ദൈവത്തിന്റെ അത്യുന്നതമായ കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം ഞാൻ വാക്കി. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞ്. സ്പിരിച്വൽ വാർഫെയർ ക്രിസ്തു യേശുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കുക. നമ്മുടെ വിചാരങ്ങളെ ക്രിസ്തു യേശുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കുക. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, ആത്മീയ യുദ്ധത്തെ പറ്റി കേട്ടു അല്ലെ. നമുക്ക് ദൈവത്തിന്റെ നമ്മുടെ വിചാരങ്ങളെ പിടിച്ചടക്കുക. ക്രിസ്തു യേശുവിന്റെ അനുസരണത്തിനായി നമ്മൾ വിചാരങ്ങളെ പിടിച്ചടക്കുക. നമ്മുടെ ഉള്ളത്തിൽ ആകുല ചിന്തകൾ, ഭാരങ്ങൾ ഒക്കെയും ഇങ്ങനെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ എന്തു വിശ്വസിക്കുന്നോ അത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഒരു വാക്യമുണ്ട്. പൗലോസ് ലീഗ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എന്തു വിശ്വസിച്ചോ അത് ഞാൻ സംസാരിക്കുന്നു എന്ന് ബൈബിളിൽ ഇന്ന് പൗലോസ് ലീഗ പറയുന്നു അല്ലെ. ഞാൻ എന്തു വിശ്വസിക്കുന്നോ അത് ഞാൻ കർത്താവിന്റെ തിരുസന്നിധിയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം ഒരു വ്യക്തി എന്താണോ ആ വ്യക്തി വിശ്വസിക്കുന്നത്, ആ വ്യക്തി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? ആ വ്യക്തി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞു. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ കർത്താവിന്റെ വചനം വിശ്വസിക്കുന്ന ഒരു സമയത്തും കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന സമയത്തും ഒക്കെയും നമ്മുടെ ഉള്ളത്തിന്റെ അകത്ത്, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നമ്മുടെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്യും? ആകുലതകൾ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ആകുലതകൾ, നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഭാരങ്ങൾ, നമ്മുടെ മനസ്സിനെ അത് കവർന്നെടുത്ത് നമ്മുടെ വിശ്വാസത്തെ കളയുവാൻ തക്കവണ്ണം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോസ്തലനായ പൗലോസ് ലീഗ വാക്ക് പറഞ്ഞ, ഞാനൊരു വാക്യം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പോകാം. ഇന്നത്തെ വാക്യം അതല്ല, എങ്കിലും അതൊന്ന് കണക്ട് ചെയ്ത് വന്നതാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ വാക്യമാണെന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു നിമിഷം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ആമേൻ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞെങ്കിൽ, പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നോക്കിയേ,
പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു. പരിശുദ്ധാത്മാവ് കർത്താവ് പറയുകയാണ്, എങ്കിലും ഞാൻ പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സകലതും നമുക്ക് ഉപദേശിച്ചു തരുന്നു. നോക്കി, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത നമ്മളെ ഉപദേശിച്ചു തരുന്നു. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നുണ്ട്, ഞാൻ പോയ ശേഷം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും, കാര്യസ്ഥനെ നിങ്ങളുടെ അടുവിലേക്ക് അയക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നമ്മളെ സഹായിക്കുവാൻ വേറെ ആരും ലോകത്തിലില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ഓരോ കാര്യങ്ങൾ എന്താ പറയുന്നത്, നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്തയ്ക്കകത്തൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ കയറി വരുന്ന സമയത്ത് ഇവിടെ ബൈബിൾ പറയുന്നു, പിതാവ് അയപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. അപ്പൊ കാര്യസ്ഥൻ അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നോക്കി നടത്തുന്നയാളെന്നല്ല, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന മധ്യസ്ഥൻ, ഇടനിലക്കാരൻ, ദൈവത്തോട് നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ അതാണ് യേശു പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഞാൻ പോയ ശേഷം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് കാര്യസ്ഥനെ അയക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, ഞാൻ കാര്യസ്ഥൻ എന്നൊരു വാക്ക് ഇന്നാള് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കരയിൽ കാര്യസ്ഥൻ എന്നൊരു പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ വലിയ വലിയ ജന്മിമാരുടെയൊക്കെ ഭവനത്തിന്റെ അകത്ത് കാര്യസ്ഥന്മാരുണ്ടായിരുന്നു അല്ലെ. എന്താ കാര്യസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ, തേങ്ങയുടെയും മാങ്ങയുടെയും ഒക്കെ കണക്കുകളൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു വേലക്കാരനേക്കാളും കുറച്ചും കൂടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ. വേലക്കാരൻ തന്നെയാണ്, എങ്കിലും ഈ കാര്യസ്ഥൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അങ്ങനെ ഒരു പ്രയോഗം അല്ലെ. കാര്യങ്ങളെ നോക്കി നടക്കി കണക്കുകളൊക്കെ ചിട്ടപ്പെടുത്തി മുതലാളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇവിടെ കാര്യസ്ഥനല്ല, യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്, നമുക്ക് വേണ്ടി വാദിക്കുന്നയാള്. അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ബലപ്പെടുത്തുവാൻ, അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ എന്റെ വീക്ക്നെസ്സുകൾ, എനിക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്, എനിക്ക് ഒത്തിരി ബലക്കുറവുകളുണ്ട്. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ചാടി ഇറങ്ങുമ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും തളർന്നു പോകുകയും പിന്മാറിപ്പോകാൻ സാധ്യതയുള്ളപ്പോഴും പിറുപിറുക്കുമ്പോഴും പലവിധമാകുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങൾ പൊങ്ങി വരുമ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന എന്നാണെന്നറിയാമോ, സ്വന്തമായിട്ട് അതിനെ ജയിക്കാൻ നോക്കും. പലരും ഈ പാപ സ്വഭാവങ്ങളും ഈ ചില ബലഹീനതകളും ഒക്കെ മാറാൻ വേണ്ടി കുത്തിയിരുന്ന് ഉപവസിക്കുന്നവർ എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞ വാക്യം എടുത്തുതരാം. നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറഞ്ഞു, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്ന ഒരു വാക്യമുണ്ട്. 2-ാമത്തെ വാക്യം യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ സകല സത്യം നിങ്ങളെ വഴി നടത്തേണ്ടതിന് ഞാൻ കാര്യസ്ഥനെ അയക്കുമെന്ന വാക്യം. 2 കൊരിന്ത്യർ 4:13 അല്ലെ. മറ്റു വാക്യം കൊണ്ടൊന്ന് എടുത്തു തരണേ. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിലാണ്, ഞാൻ പോയ ശേഷം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് കാര്യസ്ഥൻ വരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്റെ കുറവുകളെ അറിഞ്ഞ് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ആദ്യം തിരിച്ചറിയണം, നിങ്ങൾ ബലഹീനരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ കഴിയും. അതിന്റെ വാക്കിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് ശക്തി വേണം, എന്നെ ശക്തനാക്കുന്ന യേശു വേണം. അപ്പൊ ഞാൻ ആരാണ്? ശക്തനല്ല, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ശക്തനാകുകയാണ്. പിന്നെയും പൗലോസ് ലീഗയോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. അപ്പൊ എനിക്ക് ബലഹീനതയുണ്ടെന്നും എനിക്ക് ശക്തി കുറവുണ്ടെന്നും ഒക്കെ ഈ ബൈബിളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് വെളിപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ റോൾ എന്റെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ് എന്റെ ജീവിതത്തിൽ? നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ എടുത്ത് തന്നെ, വാക്യം ഇട്ടേക്കുന്നത് വ്യത്യാസം വന്നായിരുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിലാണ് ആ വാക്യം. അപ്പൊ എന്റെ റോൾ എന്താണ്? എന്റെ റോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വചനം പറയുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്ന വ്യക്തി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് 16-ാമത്തെ അധ്യായം വരെ ഞാൻ ഇട്ടത് മാറിപ്പോയതാ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഇവിടെ ഈ വാക്യം ഞാൻ ഇട്ടത് മാറിപ്പോയത് കേട്ടോ. ഇവിടെ സൗകര്യം ഇട്ട് തന്നിരുന്ന വാക്യം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിൽ വഴി നടത്തും. ഈ വാക്യമല്ല, മറ്റൊരു വാക്യമുണ്ട്, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന്.
അപ്പൊ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന കാര്യസ്ഥൻ. നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ബോധം വരുത്തും, നല്ലതാണ്. പക്ഷെ നമുക്ക് എങ്ങനെ അതിൽ ജീവിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തിരിച്ചറിയണം, നിങ്ങൾ ബലഹീനരാണ്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാനൊരു ബലഹീനനാന്ന് പറ. ഞാനൊരു ബലഹീനനാണ്. ഞാനൊരു ബലഹീനനാണ്. അപ്പൊ എന്താണ് എന്റെ ബലഹീനത? എന്താണ് എന്റെ ബലഹീനത ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ മനസ്സ് എപ്പോഴും ലോകത്തോട് അനുരൂപരാകുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറഞ്ഞത്, ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ എന്റെ ബലഹീനത എന്തുവാ? എന്റെ ബലഹീനത പലപ്പോഴും ഈ ലോകത്തോട് ഞാൻ അനുരൂപനാകാൻ തുടങ്ങും. അതുകൊണ്ട് എന്നോട് എപ്പോഴും ബൈബിൾ പറയുന്നു, മനസ്സ് പുതുക്കുക. റിന്യൂഡ് യുവർ തോട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് പുതുക്കുന്ന എങ്ങനെയാ? നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തുവാൻ സ്വന്തമായിട്ട് നമുക്ക് കഴിയത്തില്ല. പകരം നമുക്കൊരു സഹായകം വേണം. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരാൾ വേണം. ആ ആളാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ, ഞാൻ പോയ ശേഷം 13-ാം വാക്യം അല്ലെ, 13-ാമത്തെ വാക്യത്തിലുണ്ട്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, എന്നെ നടത്തുവാൻ വന്നിരിക്കുന്നയാളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ട? സ്വന്തമായി നടക്കണ്ട, എന്നെ നടത്തുന്നയാളാണ്. എപ്പോഴും തിരിച്ചറിഞ്ഞോണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, ഒരു കുറവല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ ജീവിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തണം. അപ്പൊ എന്താ സത്യം? യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, നിന്റെ വചനമല്ലോ സത്യം. അപ്പൊ വചനത്തിൽ എന്നെ വഴി നടത്തേണ്ടതിന്, ദൈവവചനത്തിൽ എന്നെ വഴി നടത്തേണ്ടതിന്, ഈ ലോകത്തിൽ എന്നെ നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ എന്നെ നടത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് വിശ്വാസം എന്റെ വർദ്ധിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ എല്ലാ ബലഹീനതകളിലും എന്നെ ശക്തീകരിക്കണമേ, എൻ്റെ ചിന്തകളെ പുതുക്കണം. ഞാൻ പറഞ്ഞില്ല, മനസ്സിനെ പുതുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഇനി ഞാൻ ആ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞ ആ വാക്യത്തിലേക്കൊന്ന് വേഗത്തിൽ വരാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് പൗലോസ്ലീഹ പറയുന്ന വാക്യം നോക്കിക്കേ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. വിശ്വാസത്തിന്റെ അതേ ആത്മാവ്, നോക്കിയേ, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ വാക്യം നോക്കിയേ. അപ്പൊ വിശ്വാസത്തിന്റെ ആത്മാവുള്ള ഞാൻ ഈ ദൈവവചനത്തിൽ എന്തു വിശ്വസിക്കുന്നു അത് മാത്രമേ സംസാരിക്കാവുള്ളൂ. ബൈബിൾ പറഞ്ഞുണ്ടോ? ഞാൻ എന്തേ സംസാരിക്കാവുള്ളൂ? കർത്താവിന്റെ വചനം മാത്രമേ പറയാവുള്ളൂ. എൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കരുത്. എൻ്റെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ ആത്മാവ് എന്നെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ, ഇപ്പൊ ഞാൻ പറയുക, നമ്മൾ ഇങ്ങനെ രണ്ട് നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോയിട്ട് 2 ഭാഷക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ പെട്ടുപോയെന്നിരിക്കട്ടെ, 2 ഭാഷക്കാരുടെ ഇടയിൽ പെട്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് അവർ 2 പേരുടെയും ഭാഷ അറിയത്തില്ല. നിങ്ങൾ ആ വ്യക്തിയോട് പറയും നമുക്ക് ഇടത്തോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാകുന്നില്ല. അയാൾ ചിന്തിക്കുന്നത് നിങ്ങൾ വലത്തോട്ട് പോകാനാണ് പറയുന്നത്. പക്ഷെ കുറെ നേരം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇടത്തോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് കുറെ വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നത് ഇടത്തോ വലത്തോ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് നിങ്ങൾ തമ്മിൽ 2 പേരും കമ്മ്യൂണിക്കേഷൻ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നോക്കിയേ, നിങ്ങളുടെ അകത്ത് ബൈബിൾ പറയുന്നു, ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന എഴുതിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ആത്മാവും എൻ്റെ നാവും എൻ്റെ ചിന്തയും ഒരേപോലെ വരണമെങ്കിൽ ഞാൻ എന്തു വിശ്വസിക്കുന്നു, ഇത്രയും സിമ്പിളാണ്, ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തിനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നത് എന്നെ സഹായിക്കാനാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിലോ ബലഹീനതകളിലോ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലോ ഒക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ നോക്കരുത്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന അനേകർ എന്ത് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ, വിശ്വാസ ജീവിതം അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക, അവർ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നിലനിൽക്കുവാൻ ശ്രമിക്കുക.
വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പ്രിയരെ, മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം ഈ ലോകത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ ലോകത്തോട് അനുരൂപനാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. എങ്ങനെയാ മനസ്സ് പുതുക്കുന്നത്? മനസ്സ് പുതുക്കാൻ എനിക്ക് സ്വന്തമായിട്ട് കഴിയത്തില്ല. പകരം ഞാൻ എന്തു വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ മനസ്സിന്റെ അകത്ത് എന്ത് കൊണ്ടുവരണം? എന്റെ മനസ്സിന്റെ അകത്ത് ഈ ലോകവുമായിട്ടുള്ള കണക്ഷനെ വിച്ഛേദിക്കുന്ന ഒരു ഘടകമാണ് വചനം. ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം ഒരിക്കലും ഈ ലോകവുമായിട്ട് ഒരിക്കലും ചേരത്തില്ല. ഇന്നാളെ ഞാൻ കുറെ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ബൈബിൾ പറയുന്നു, മോശ ഒരു വടി എടുത്തുകൊണ്ട് ചെങ്കടലിന്റെ നേരെ തിരിച്ചു, പെട്ടെന്ന് ഒരു കാറ്റടിച്ചു, കടല് രണ്ടായി തീർന്നു, ഒരു ചിറ പോലെ നിന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനമെല്ലാം എന്ത് ചെയ്തു? ആ ഉണങ്ങിയ നിലത്തുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടം വറ്റിച്ചാൽ പോലും 10-20 ദിവസം കഴിഞ്ഞ് അവിടെ വെയിൽ തെളിഞ്ഞെങ്കിൽ മാത്രമേ ആ കണ്ടത്തിലെ വെള്ളം പോലും എന്ത് ചെയ്യത്തുള്ളൂ, ആ കണ്ടത്തിലെ നിലം പോലും ഡ്രൈ ആകത്തുള്ളൂ. ഇവിടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ഉണങ്ങിയ നിലത്തുകൂടി അവർ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ലോകത്തിൽ ബുദ്ധിയുള്ള, ലോകപ്രകാരം ബുദ്ധിമാനായ ഒരു മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് പറയുക, അതെ ഞങ്ങളുടെ ബൈബിള് നോക്കിക്കേ, ഇവിടെ ദൈവം ചെയ്തത് കണ്ടോ. മോശ എന്ന് പറയുന്ന 80 വയസ്സുള്ള ഒരു അപ്പച്ചന്റെ കയ്യിലിരുന്ന ആടുകളെ മേയ്ക്കുന്ന ഒരു വടിയെടുത്ത് അപ്പച്ചൻ നീട്ടിയപ്പം പിറ്റേ ദിവസം ഒരു കാറ്റടിച്ചു. നോക്കിക്കേ, അവിടെ കടല് രണ്ടായി മാറി, കടല് ഭിത്തി പോലെ നിന്നു, പെട്ടെന്ന് തന്നെ നിലം ഉണങ്ങിപ്പോയി. ഇതൊക്കെ പറയുമ്പം ആൾക്കാർ എന്ത് ചെയ്യും? ഇതെന്തുവാ നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? കാര്യം ഈ ലോകത്തിൽ ജീവിക്കുന്നവന് ദൈവത്തിന്റെ ഹിതത്തോട് അനുരൂപരാകാൻ കഴിയത്തില്ല. അവന് പലപ്പോഴും ഇത് കള്ളക്കഥകളും അവന് വിശ്വസിക്കാൻ പറ്റാത്ത അസാധ്യങ്ങളിലേക്ക് അവൻ പോകുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയതിന്റെ കാരണം വിശ്വാസത്തിന്റെ ആത്മാവുള്ളത് കൊണ്ടാണ്. അപ്പൊ വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇടത്തോട്ടും വിശ്വാസത്തിന്റെ ആത്മാവ് വലത്തോട്ടും അല്ല പോകേണ്ടത്. രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നാകണമെങ്കിൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? പൗലോസ് നോക്കിയ വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പൊ പൗലോസ് എന്ത് ചെയ്യുക? അതുകൊണ്ട് ഞാൻ സംസാരിക്കുക. എന്റെ ആഗ്രഹവും കടലൊന്നും രണ്ടാകത്തില്ലെന്നും ചിറ പോലെ നിൽക്കത്തില്ലെന്നും നിലം ഉണങ്ങത്തില്ലെന്നും ഒക്കെയാണ് എൻ്റെ ചിന്തയിലും എനിക്കറിയാം. കാര്യം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ ഒരു പറമ്പിൽ കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ പോലും ആ വെള്ളം ഉണങ്ങി വലിഞ്ഞ് അത് ഡ്രൈ ആകണമെങ്കിൽ, ഉണങ്ങിയ നിലമാകണമെങ്കിൽ നല്ലൊരു വെയിൽ വരണം, സമയമെടുക്കും. എന്നാൽ ഇത് നിമിഷ നേരം കൊണ്ട് ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഇത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ, ദൈവം അങ്ങനെ ചെയ്തുവെന്ന് എത്ര പേര് ഇതിൻ്റെ അകത്ത് കൂടുന്ന ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? ദൈവം അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനെല്ലാം സത്യമാണ്. ആമേൻ. ഇതുകൊണ്ടാണ് നിങ്ങൾ ഒരു നിരീശ്വരവാദിയോട് പോയി തർക്കിക്കാൻ പോകരുതെന്ന് പറയുന്നത്. നിരീശ്വരവാദിയോട് തർക്കിക്കാൻ പോകുന്ന വ്യക്തികൾ നിരീശ്വരവാദികളുടെ മുമ്പിൽ എന്ത് ചെയ്യത്തേയുള്ളൂ? അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റുകൾ നടത്തി അവനെ അടിച്ചു പിരിയത്തേയുള്ളൂ. കാരണം അവൻ പറയുന്നത് റൈറ്റ് അല്ലേ, അവൻ ചോദിക്കുന്നത് റൈറ്റ് അല്ലേ? നീ ഒന്ന് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള കൊച്ചിയിലെ കടലോ തിരുവനന്തപുരത്തെ കടലോ കോഴിക്കോട്ടെ കടലോ കണ്ണൂരിലുള്ള കടലോ ഇതേപോലെ ഒന്ന് രണ്ടാക്കിത്താ എന്ന് പറയുമ്പം അവൻ അതാ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? പക്ഷെ നിങ്ങൾ പറയുന്നില്ല, ദൈവം അത് ചെയ്തു. നിങ്ങൾക്ക് മാത്രം എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? ബൈബിൾ പറയുന്നു, ആ നടന്ന സംഭവത്തെ നിങ്ങളുടെ ഉള്ളത്തിൽ ഇന്നത് വിശ്വസിക്കുവാൻ സഹായിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവിന്റെ പേരാണ് വിശ്വാസത്തിന്റെ ആത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലുള്ളത് കൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, വിശ്വാസ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുത്തു വെക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നടക്കത്തില്ല. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു വ്യക്തി എന്തിനാ പ്രാർത്ഥിക്കാൻ വരുന്നത്? ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ബ്രദറെ. എന്തിനാ പ്രാർത്ഥിക്കാൻ വരുന്നത്? വിശ്വസിക്കുന്നുണ്ട് യേശു അത്ഭുതം ചെയ്യുന്നത്. ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അതെന്നോടൊരു സഹോദരി പറഞ്ഞു, ഈ പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, എത്രയോ ആൾക്കാർ പലതും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ നിങ്ങൾ അതൊക്കെ ചെയ്യാത്തത്? ഇങ്ങോട്ട് വരുമ്പോൾ, ഈ വചനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വിശ്വാസം തരുന്ന ആത്മാവുണ്ട്. അപ്പൊ ഈ ആത്മാവിന് വേണ്ടത് എന്താണ്? നിങ്ങളെ സഹായിക്കുവാൻ വരുന്ന ആൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യമാണ്. ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞു എന്ന് പറയുന്നതും സംസാരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. ഇപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞു, പക്ഷെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്, അല്ലെ? പറഞ്ഞു കഴിഞ്ഞു,
പറഞ്ഞു എന്ന് പറയുന്നതും സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബ്രദറെ ഒന്നും കാണുന്നില്ല ബ്രദറെ, അങ്ങനെ തളർന്നു പോകുന്ന ഏതെങ്കിലും അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണോ? തളർന്നു പോകുമ്പോൾ ഉടനെ പറയണം, പരിശുദ്ധാത്മാവേ ഞാൻ തളർന്നു പോകുന്നു, പരിശുദ്ധാത്മാവേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ. അപ്പൊ കാര്യം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ, നിഖിൽ ബ്രദർ അല്ല. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഈ കൂട്ടത്തിൽ ആരുമല്ല. വിശ്വാസം തന്ന് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. നിങ്ങൾ തളർന്നു പോകുമ്പോൾ, നിങ്ങൾ തകർന്നു പോകുമ്പോൾ, പലപ്പോഴും നിങ്ങൾ നിരാശപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ പലപ്പോഴും എന്താണെന്ന് അറിയാവോ, നമ്മൾ ദൈവസന്നിധിയിൽ പോയി നിലവിളിക്കുക, എൻ്റെ കർത്താവെ എനിക്ക് പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല, എനിക്ക് സങ്കടം വരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാതെ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ അപ്പാ. കാരണം നിങ്ങൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാതെ എങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യും? പറ. ഒരു കാറ് ഞാൻ മേടിച്ചു, പക്ഷെ പെട്രോൾ ഇല്ലെങ്കിൽ എങ്ങനെ കാർ ഓടിക്കും? പുത്തൻ ടയറാ മേടിച്ചിട്ടേക്കുന്നത്, പുതിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പുതിയ RC ബുക്കും ഇൻഷുറൻസും എല്ലാം ഉണ്ട്, പക്ഷെ പെട്രോൾ ഇല്ലെങ്കിൽ എങ്ങനെ ഓടും? അപ്പൊ വിശ്വാസ ജീവിതം ഓടണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം വേണമെങ്കിൽ വിശ്വാസം തരുന്ന, ഇപ്പൊ നോക്കിയേ, വിശ്വാസത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിലുണ്ട്. അപ്പൊ ഞാൻ തളർന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന്, എനിക്ക് കൂടുതൽ വിശ്വാസം വേണം. എന്റെ കൂടെ പറഞ്ഞോട്ടെ, തളർന്നു പോകുമ്പോൾ കൂടുതൽ വിശ്വാസം വേണമെന്ന് പറ. തളർന്നു പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ കൂടുതൽ വിശ്വാസം വേണം. കൂടുതൽ വിശ്വാസം വേണം. ആമേൻ. അപ്പൊ കൂടുതൽ വിശ്വാസം വേണം ആ സമയത്ത്. എന്തിനാ വിശ്വാസം? എന്തിനാണ്? വിശ്വാസത്താലാണ് ദൈവപ്രവൃത്തികൾ ഉണ്ടാകുന്നത്. വിശ്വാസത്താലാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. പക്ഷെ എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ബ്രദർ, എനിക്ക് കരയാനേ പറ്റുന്നുള്ളൂ, എനിക്ക് ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രാർത്ഥന എന്തായിരിക്കണം എന്നറിയാവോ? പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുമില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ നടത്തണമേ. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുകയും നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിനാ വന്നിരിക്കുന്നത്, കിടത്തേണ്ടതിനല്ല കേട്ടോ. രോഗിയായി കിടത്താനല്ല, കടഭാരം കൂടി ആത്മഹത്യയെ കിടത്താൻ വേണ്ടിയല്ല, കുടുംബം തകർത്ത് കിടത്താൻ വേണ്ടിയല്ല, സകല സത്യത്തിലും. അതാണ് സത്യം എന്ന് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, നിന്റെ വചനമല്ലോ സത്യം. ഈ വചനത്തിൽ സാക്ഷിയായി നടത്തേണ്ടതിനാ വന്നിരിക്കുന്നത്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് എന്നെ വചനത്തിൽ സാക്ഷിയാക്കി നടത്താൻ വേണ്ടിയാന്ന് പറയാം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിയ വാക്യം നോക്കി, അപ്പോസ്തല പ്രവൃത്തി ഒരു വാക്യമുണ്ട് ഇവിടെ. നമുക്കറിയാം, നിങ്ങൾ യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും എല്ലായിടത്തും എൻ്റെ സാക്ഷിയാകും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, സാക്ഷിയാകാൻ പറ്റത്തില്ലെന്ന് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നോക്കി, ആ വാക്യം നോക്കിയേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ ശക്തി ലഭിച്ചിട്ട്. ഈ വാക്യം നോക്കി, സ്ക്രീനെ നോക്കി, യോഹന്നാൻ 1 അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴോ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. അപ്പം എൻ്റെ സാക്ഷിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് വിശ്വാസത്തിൽ നടക്കണമെങ്കിൽ, വിശ്വാസം വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന സഹായകം വേണം. എനിക്ക് സാക്ഷിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. എന്തിന്? അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് വെക്കണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ പരിശുദ്ധാത്മാവിന് നമുക്ക് ഒഴിച്ചുകൂടാത്ത വിശ്വാസ ജീവിതത്തിൽ ഘടകമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം കാറ് മേടിച്ചിട്ട് പെട്രോൾ അടിച്ചില്ലേ പിന്നെ എന്നാ കാറ്? ഏറ്റവും വില കൂടിയ കാറ് ഞാൻ മേടിച്ചു ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, കാർ ഓടുന്നില്ല, പെട്രോൾ ഒഴിക്കുന്നില്ല. നിങ്ങൾ പെട്രോൾ ഇല്ല പിന്നെ എത്ര വിലപിടിപ്പുള്ള കാറാണെങ്കിലും എത്ര പ്രാർത്ഥിച്ചാലും ഓടത്തില്ല. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് വിശ്വാസം തന്നില്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയത്തില്ല.
ഇവിടെ നിങ്ങൾ നോക്കി, അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, വിശ്വാസത്തിന്റെ ആത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു. ഇപ്പൊ വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്തുവാ? എന്നെ അവിശ്വാസിയാക്കുന്നു, അസാധ്യങ്ങളെ പറ്റി സംസാരിക്കുന്നു, നിരാശകളെ പറ്റി സംസാരിക്കുന്നു, ഇല്ല നടക്കത്തില്ല എന്നുള്ള സംശയങ്ങൾ എൻ്റെ ഉള്ളത്തിലേക്ക് പാകാൻ നോക്കുന്നു. അവിടെ തളർന്നു പോകുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കാതെ വരുമ്പോൾ ഉടനെ പറയണം, പരിശുദ്ധാത്മാവേ, എന്നെ ഈ വിഷയത്തിൽ സാക്ഷിയാക്കാൻ കഴിയുന്ന എൻ്റെ കർത്താവേ, എന്നെ ശക്തീകരിക്കണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. നിങ്ങൾ പലരും, ഞങ്ങളുണ്ട്, ഈ പാപ സ്വഭാവങ്ങൾ മാറാൻ വേണ്ടി പലരും എന്ത് ചെയ്യും? ഉപവസിക്കും. ഉപവസിച്ച് പാപ സ്വഭാവം കൂടുന്നതല്ലാതെ ഒരു വ്യത്യാസവും വരത്തില്ല. ബലഹീനതകൾ മാറാൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. ആ ഉപവസിക്കുമ്പോൾ ഭയങ്കര മാറ്റമാണ്, ഒരു കുഴപ്പമില്ല. ഉപവാസം കഴിഞ്ഞ് ആഹാരം കഴിച്ചപ്പോഴേക്ക് പിന്നെ അത് പഴയ പോലെ തന്നെ പൊങ്ങി വരുന്നു. എന്തുകൊണ്ട് പിന്നെയും അത് പൊങ്ങി വരുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുന്നു? നിങ്ങൾ സ്വയമായിട്ട് നിയന്ത്രിക്കാൻ നോക്കുന്നു. സഹായകൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത്? എന്താണ് ഈ സഹായകൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. സഹായകൻ, ഉപകാരം ചെയ്യുന്നവൻ, പാപത്തിൽ സഹായിക്കുക. സഹായം ചെയ്യുന്നത്. സഹായകൻ എന്ന് പറഞ്ഞാൽ സഹായകൻ തന്നെയാണ്, സഹായിക്കുന്നയാൾ. അപ്പൊ സഹായകനായിട്ട് എനിക്ക് ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് സഹായകനെ തന്നിരിക്കുന്നു? ഒന്ന് പറഞ്ഞ്, എന്തുകൊണ്ടാണ് എനിക്ക് സഹായകനെ തന്നിരിക്കുന്നത്? ഒന്ന് പറ. സഹായകനില്ലാതെ ഒന്നും ചെയ്യാൻ കണ്ടോ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയത്തില്ലാത്തത് കൊണ്ടാണ് സഹായകനെ കർത്താവ് തന്നിരിക്കുന്നത്. ദൂതനെയല്ല, ദൂതന്മാരിൽ ശ്രേഷ്ഠനായ സാക്ഷാൽ പരിശുദ്ധാത്മാവിനെ, സാക്ഷാൽ ആത്മാവാകുന്ന ദൈവത്തെ തന്നെ എനിക്ക് തന്നത് എന്നെ ഇത്രത്തോളം കർത്താവ് സ്നേഹിക്കുന്നുള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ തളർന്നു പോകുമ്പം, നമുക്ക് പല കാര്യത്തിൽ നമ്മൾ വിഷമം വരുമ്പം, കർത്താവേ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തീകരിക്കണേ പരിശുദ്ധാത്മാവേ, എന്നെ ബലപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണേ പരിശുദ്ധാത്മാവേ, എന്നെ വിഷയത്തിൽ സാക്ഷി ആക്കണേ പരിശുദ്ധാത്മാവേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ നിങ്ങൾ കുറേ നേരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങും. അപ്പൊ എവിടുന്ന് വന്നു ഈ ബലം? അകത്തിരിക്കുന്ന ആള് നിങ്ങൾക്ക് വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു. വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ വാക്കല്ല, പിന്നെ വചനവാ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി. കാര്യം പരിശുദ്ധാത്മാവിന് വന്ന് പറയേണ്ടത് ഈ ലോകത്തിലെ നിരീശ്വരവാദി പറയുന്നതല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ ലോകത്തിലെ രാജാക്കന്മാർ പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്നാ നമുക്ക് കേൾക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട് എന്നറിയാവുന്ന ഒരു വാക്ക് ഞാൻ എടുത്തു വരാം. നമ്മൾ നോക്കി, എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ സകലതും ഉപദേശിച്ചു തരികയും ഞാൻ പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വചനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് മൊബൈൽ ഫോൺ എടുത്തോ നല്ല ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ റേഷൻ കാർഡ് എടുത്തോ നല്ല ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്താണ്? ഞാൻ പറഞ്ഞതൊക്കെ, യേശു പറഞ്ഞ വചനങ്ങൾ, ദൈവം പറഞ്ഞ വചനങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തും. എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ എന്നെ സാക്ഷിയാക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ, ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ഞങ്ങൾക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു ഉദാഹരണമാണ്, അതങ്ങോട്ട് പുറത്തോട്ടങ്ങോട്ട് വരുന്നില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ, നമുക്കൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ പറയാറില്ലേ, ഇത് മറന്നു പോകരുത് കേട്ടോ എന്ന് പറയാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പം, നമ്മൾ എന്തെങ്കിലും കാര്യം, നിങ്ങളൊരു എന്തോ ഒരു കാര്യത്തിന് അർജന്റായിട്ട് നിങ്ങൾ പഞ്ചായത്തിലോട്ട് പോവുക, എവിടെയെങ്കിലും പൊക്കോട്ടെ, ഒരു ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി നിങ്ങൾ സുഹൃത്തിനെ കണ്ട് വർത്താനം പറഞ്ഞ്, നിങ്ങൾ പഴയ കഥയൊക്കെ പറഞ്ഞ്, പണ്ട് കുറേ വർഷമായിട്ട് കാണാതിരുന്ന മനുഷ്യനാ, നിങ്ങൾ കണ്ട് ഭയങ്കര വർത്താനമൊക്കെ പറയുമ്പോഴേക്കും ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ സഹോദരനോ കൂട്ടുകാരനോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഉടനെ നമ്മളൊരു വാക്ക് പറയുന്നേ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. കാര്യം സമയം പൊക്കോണ്ടിരിക്കുക. നിങ്ങളെല്ലാം മറന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആ സുഹൃത്തുമായിട്ട് സംസാരിച്ച് അങ്ങ് പോയി 9 മണിക്ക് അവിടെ ചെല്ലേണ്ടതാ. അപ്പൊ കൂടെയുള്ള ആള് നമ്മളെ ഓർമ്മപ്പെടുത്തുവാണത്, മറന്നു പോകരുത്, നമുക്കിന്ന് അവിടെ ചെല്ലേണ്ടതാ. ഓർമ്മപ്പെടുത്തുന്നത് എന്തുവാ? നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത്,
നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ അത്ഭുതം ഇരിക്കുന്നത്, അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്താണ് യേശു പറഞ്ഞു? നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്താ ഓർമ്മപ്പെടുത്തുന്ന അറിയാവോ? യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഒക്കെ നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ അവിടെയൊക്കെയും സാക്ഷിയായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പക്ഷേ ബ്രദറെ, എൻ്റെ ഉള്ളിൽ ഒന്നും വരുന്നില്ല. അങ്ങനെയെങ്കിൽ പറയണം, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന മൊത്തവും എൻ്റെ അയൽവക്കത്തിലെ കാര്യം പറഞ്ഞിരിക്കുന്നു. നീ രക്ഷപ്പെടത്തില്ല, കുടുംബം രക്ഷപ്പെടത്തില്ല, നീ തകർന്നു പോകും, ഇതാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? യേശുവിൻ്റെ വചനം പറയാൻ തുടങ്ങും. ഇതാ തെളിവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്ക് നോക്കിയാൽ മതി. നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾ പരിശുദ്ധാത്മാവിനാലാണോ അതോ നിങ്ങൾ ദുരാത്മാവിനാലാണോ ലോകാത്മാവിനാലോ എന്ന് നിങ്ങൾക്ക് അറിയുവാൻ നിങ്ങൾ എന്തു സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ഇന്ന് ഇത് മറക്കരുത്. കഴിയുമെങ്കിൽ ഈ സന്ദേശം 2, 3, 4 പ്രാവശ്യം ദിവസവും കേൾക്കുക. വലിയ അനുഗ്രഹമാണ്. മറന്നു പോകരുത്. തളർന്നു പോകുമ്പോൾ നിങ്ങൾ ബലം പിടിക്കാൻ പോകരുത്. പലരും കേട്ടിരിക്കുന്നത് തളർന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ മറന്നു പോകരുതേ, എൻ്റെ സഹായകനുണ്ട്, എനിക്ക് സഹായകനുണ്ട്, എനിക്ക് സഹായകനുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, എന്നെ സഹായിക്കുന്നയാള്. ഞാൻ തളർന്നു പോകുമെന്ന് അറിയാന്നേ. ഞാൻ ചില സമയത്ത് ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് വിശ്വാസമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സങ്ങ് ഇടിഞ്ഞു പോകും, അറിയാന്നേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബലം പിടിക്കാൻ പോകണ്ട, ബലം പിടിക്കാൻ പോകരുത്. പരിശുദ്ധാത്മാവേ എനിക്ക് പറ്റുന്നില്ല, പരിശുദ്ധാത്മാവേ സഹായിക്കാൻ നിൽക്കുന്ന ആളോടല്ലേ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്നെ കൊല്ലാൻ നിൽക്കുന്നവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ സഹായകനാണ്, എന്തും ചെയ്യുവാൻ കഴിയുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആളാണ്. കല്ലറകളെ ബൈബിൾ പറയുന്നു മരിച്ചവരിൽ നിന്ന്. അപ്പം മരണത്തെ പോലും ഉയർപ്പിക്കാൻ കഴിയുന്ന വലിയ ആളിന്റെ കൂടെ നിൽക്കുക, സഹായിക്കാൻ വേണ്ടി നിൽക്കുക. ഒന്ന് ചോദിച്ചേ, അപ്പാ പരിശുദ്ധാത്മാവേ എന്നോട് ക്ഷമിക്കണം അപ്പ, അങ്ങനെ ദുഃഖിപ്പിച്ച് എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തി എൻ്റെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അപ്പാ. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. എന്തും ചെയ്യാൻ കഴിയുന്ന ആളാ കേട്ടോ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നിമിഷം തന്നെ ബൈബിൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. സകലത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്നയാളാ പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ട്. അത് ഉള്ളതിന്റെ തെളിവാണ് നിങ്ങൾക്ക് നിരീശ്വരവാദികളെ പോലെ ബൈബിൾ ഒരു കെട്ടുകഥയാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്റെ ജീവന്റെ ഭാഗമാണ്, ഇതെന്റെ ആയുസിന്റെ ഭാഗമാണ്. ഇത് ഭയങ്കര ഉറപ്പിൽ നിങ്ങൾ പറയാൻ കാരണം നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വസിപ്പിക്കുന്ന ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ബ്രദർ പ്രസംഗിച്ചിട്ടൊന്നുമല്ല. കാര്യം ഈ ലോകത്തിൽ എത്രയോ ആൾക്കാർ പ്രസംഗിക്കുന്നു. ആരോടും തർക്കിക്കാൻ പോകരുത് കേട്ടോ. പലപ്പോഴും നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ചില ആൾക്കാർ നമ്മൾ ഈ വചനമൊക്കെ പറയുമ്പം അവർ തർക്കിക്കാൻ വരുമ്പോൾ നിങ്ങൾ ചിലരുണ്ട് ബൈബിൾ എടുത്ത് വെച്ച ഉടനെ ഭയങ്കര വലിയ ക്ലാസ്സിലോട്ട് പോകും. ക്ലാസ് വല്ലതും തീരുവോ? അതുമില്ല. അതിന്റെ കാര്യം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് വെള്ളം വീഞ്ഞാക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് മരിച്ച ഡെഡ് ബോഡി ലാസർ ഉയർത്തുമെന്ന് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ തർക്കിക്കുന്നത്. നിങ്ങൾ തർക്കിക്കാറില്ലേ? നിങ്ങളുടെ വീടിന്റെ മുമ്പത്ത് ആരെങ്കിലും വന്നിട്ട് പറയുക രാവിലെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ പറയത്തില്ലേ ഏപ്രിൽ പൂളാണോ? ഒരാൾ വല്ലാതെ പറമ്പിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കത്തില്ലേ? ചുമ്മാ കള്ളം പറയാതെ. പിന്നെ നീ എന്നെ പൊട്ടനാണോ, ഞാൻ എന്നെ പൊട്ടനാണോ വയ്ക്കത്തില്ലേ? കാര്യം എന്തുവാ? നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുന്നേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ തളർന്നു പോകുമ്പം പിടിക്കാൻ പോകരുത്. പല ആൾക്കാർ അതിനുവേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന. എനിക്ക് ബ്രദറെ പഴയ പോലെ എനിക്ക് കഴിവില്ല ബ്രദറെ, എനിക്ക് പണ്ടത്തെ പോലെ എരിവൊന്നുമില്ല ബ്രദറെ, പഴയ പോലെ ആക്റ്റീവ് അല്ലേ, പണ്ട് എന്നെ ആക്റ്റീവ് ആയിരുന്നു പറയും, ഇപ്പം എനിക്ക് ആക്റ്റീവ് അല്ല ബ്രദറെ, ഇനി പഴയ പോലെയൊക്കെ ആകണം ബ്രദറെ. ഒന്നുമില്ല, പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവെ എന്നെ ശക്തീകരിക്കണം. നമുക്ക് എവിടെയാണോ നമ്മൾ ഒരു മടിയും കൂടാതെ സഹായകന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. പരിശുദ്ധാത്മാവ് എന്നെ തകല്ലാൻ വന്ന ആളല്ല. പലരും പഠിപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇപ്പൊ നിങ്ങളെ പിടിച്ചു ഒന്നും ചെയ്യത്തില്ല, എന്നെ സഹായിക്കാൻ റെഡിയാ. ഒന്ന് ചോദിച്ച് പരിശുദ്ധാത്മാവെ എന്നെ ഹെൽപ്പ് ചെയ്യണേ, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്കൊരു വാക്ക് പറയാം. നമുക്കറിയാം
മാതാവ് ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞു, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ഗബ്രിയേൽ ദൂതൻ പറയുക, ആഹാ, എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാറായോ? അല്ല, അവിടെ ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഉടനെ എന്ത് സംഭവിക്കും? വിശുദ്ധ പ്രജ അവിടെ ജനിക്കും. ഉത്തരം അത് തന്നെയാ. മറിയത്തിന് മനസ്സിലായി, പുരുഷനെ അറിയാത്ത എനിക്ക് കുഞ്ഞുണ്ടാകത്തില്ല, ഇത് നടക്കാത്ത കാര്യമാണ്, പേടിക്കേണ്ട, സഹായകം വരും, ആത്മാവ് സഹായിക്കും, ആ പുരുഷ പ്രജയെ ഉദരത്തിന്റെ അകത്ത് ഫലം കായ്ക്കുവാൻ സഹായിക്കും. ഈ ദിവസങ്ങളിൽ പറ, പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വസിക്കുന്ന വചനങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രദർശിപ്പാൻ, എനിക്ക് സാക്ഷിയാക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യം എന്നറിയാവോ? ബിരിയാണി വെക്കുന്നതല്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടം നിങ്ങളുടെ വീട്ടിൽ നല്ല ഒന്നാന്തരം എന്താ പറയുക ചിക്കൻ നൂഡിൽസ് വെക്കുന്നതല്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടം പൗലോസ് ലീഗ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് തന്നെ ഞാൻ സംസാരിക്കുന്നു. അതൊന്ന് സംസാരിച്ച് നോക്കിയ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷം. അതും പറയുന്ന ആളുകളുടെ പരിശുദ്ധാത്മാവിന് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് ഇഷ്ടം നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നത് പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് നന്ദി പറയാം. യേശുവേ, നന്ദി കർത്താവേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു ഭവനത്തെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുകയാണ്. ഏകദേശം ഒരു ഫോട്ടോയിൽ ഒരു 50 വയസ്സടുത്ത് പ്രായം തോന്നിക്കും. ഒരു മിലിറ്ററിക്കാരന്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അതേ തൊപ്പിയും എല്ലാം വെച്ചുകൊണ്ട് ഇരിക്കുന്ന, ഒരു മിലിറ്ററി യൂണിഫോം ഇട്ടുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, വലിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം കർത്താവ് ആ ഭവനത്തിന്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. ഒരു മിലിറ്ററി യൂണിഫോമിലാണ് ആ ഫോട്ടോ ഞാൻ കാണുന്നത്. യേശുവെ, നന്ദി കർത്താവെ. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുകയാണ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് കയറി വരുന്നിടത്ത് തന്നെ ഫോട്ടോ അവിടെ കാണാൻ പറ്റും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ്, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്തൊരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിക്കുക. ദൈവത്തിന്റെ വലിയൊരു സമാധാനത്തെ കർത്താവ് ആ കുടുംബത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. കർത്താവിന്റെ വലിയൊരു സമാധാനത്തെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നയാളാണ്. എൻ്റെ ബലഹീനതകളെ അറിഞ്ഞ് എന്നെ മനസ്സിലാക്കാൻ വന്നിരിക്കുന്നയാളാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ആ കുടുംബത്തെ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റുന്നത്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവെ, നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവ്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആലോചന ഇടപെടുന്നത് നിങ്ങൾ സൂമിലാണെങ്കിൽ, നിങ്ങൾ സൂമിലുള്ളവർ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആലോചന മറ്റാർക്കോ വേണ്ടിയാണ്, പറയാൻ വേണ്ടിയാണ്. പറയാനല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്ത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഓണാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആലോചന ഇടപെടുന്നവർക്ക് വേണ്ടിയാണ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ. ഹലോ ബ്രദർ, പറഞ്ഞു. അത് ഞാൻ ജനിച്ച വീടാണ്. എന്റെ ഫാദറാണ് മിലിറ്ററിയിലായിരുന്നു. ഫാദർ ഫോട്ടോ ആണ് ഇപ്പൊ പറഞ്ഞ സിസ്റ്ററുടെ ഫോട്ടോ, ഫാദറിന്റെ ഫോട്ടോ ആണ് ഭവനത്തിന്റെ അകത്തുള്ളത്. അതെ. ഇന്ന് കർത്താവ് വലിയൊരു സമാധാനത്തെ തരാൻ വേണ്ടി പോവാണ്. അതിന്റെ അർത്ഥം സ്വസ്ഥമായി ഇരിക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടി പോവാ കേട്ടോ. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്മയും കരുണയും കർത്താവെ അങ്ങനെ ആയുഷ്കാലം ഒക്കെയും അങ്ങ് ചെയ്യുന്നല്ലോ അപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവമാണപ്പാ. സകല പ്രതികൂലങ്ങളുടെ മേൽ ജയാളിയാക്കുന്ന ദൈവമാണല്ലോ അപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പാ. എന്നോട് കർത്താവ് മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഉള്ളത്തിൽ ഈ കുറേ ഈ പേപ്പറുകൾ, കുറേ ഡോക്യുമെന്റ് പോലത്തെ, ഡോക്യുമെന്റ് പറയാൻ പറ്റത്തില്ല, കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേപ്പറുകൾ ഇപ്പം ആ ബെഡ്റൂമിലെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. കുറേ പേപ്പറുകൾ, അതിനകത്ത് കുറേ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയോ പേപ്പറുകളാണ്. ഫയലിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള പേപ്പറുകൾ ഒരു 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 ഇതായിട്ട് തന്നെ അടുക്കി അതിങ്ങനെ ബുക്കല്ല, ഡയറിയിലും അല്ല, വെറുതെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന
ഒരു മേശ ബെഡ്റൂമിലെ കർത്താവ് എന്നെ കാണിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡോക്യുമെന്റുകളുമായി ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ഭവനമാണ്. പ്രത്യേകിച്ച് ആ സ്ഥലത്തോട് ബന്ധപ്പെട്ട് കർത്താവ് അതിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. ദൈവം എന്നോട് പറയുന്നു ചില ഡോക്യുമെന്റുകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ചില ഡോക്യുമെന്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലെസ്സിങ്ങിന്റെ മേഖലയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ സാക്ഷ്യം പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ ഭവനത്തിലാണ്. എന്റെ ഭവനത്തിലെ മേശമേലാണ് ഒത്തിരി ഡോക്യുമെന്റ്സ്, ഒരു വസ്തുവിന്റെ ഒക്കെ ഇടപാടുകളായിട്ട് ഒത്തിരി ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിരിക്കുക. അതൊരു തർക്കത്തിൽ കിടക്കുന്ന ഒരു വസ്തുവിന്റെ അതിന്റെ മേലെ കൈയെടുത്ത് ആധാരങ്ങളും വെച്ചു. ഒക്കെ ആയിട്ട്. ഒന്ന് കൈയെടുത്ത് വെച്ചു. ഉവ്വ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കിനെ ഞങ്ങൾ ഇപ്പോൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ അത്ഭുതം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് ഇന്ന് സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ആ തടസ്സം മാറി അത്ഭുതമാക്കി നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞതിനെ ഉറപ്പിച്ചാട്ടെ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ലീല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, ലീലയുടെ ഭവനത്തിൽ ലീലയുടെ മകളെ കർത്താവ് തൊടുന്നതായിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്. ലീല എന്ന് പറയുന്ന വ്യക്തിയുടെ മകളെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ അത്ഭുത സാക്ഷ്യം ഇന്ന് തുറക്കട്ടെ. വലിയ തലമുറയുടെ മോളെ പ്രത്യേകിച്ച് എന്റെ കർത്താവ് പറയുന്നു, ആ പ്രതികൂലമായി നിൽക്കുന്നതിനെ ഇന്ന് ലീലയുടെ മോളെ കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുത സാക്ഷ്യം തുറക്കട്ടെ. തലമുറകളുടെ പറയാൻ വേണ്ടിയാണ്. എന്റെ മമ്മിയുടെ പേര് ലീല എന്നാണ്. മമ്മിയുടെ പേര് ലീല എന്നാ. അതെ. യേശുവിന്റെ നാമത്തിൽ ലീലയുടെ മോളെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ സിസ്റ്റർ അത് ഏറ്റെടുത്തോളം. ലീലയുടെ മോള് ഇന്ന് കർത്താവിന്റെ സാക്ഷ്യമാകാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിലുണ്ട്. കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്, ഒരു ലെറ്റർ, ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഒരു ലെറ്ററോ മെയിലോ, അതായത് ഒരു ലെറ്റർ ടൈപ്പ്. അതായത് ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കത്തായിട്ടോ മെയിലായിട്ടോ, അതായത് ഒരു സംഭവം നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ പോലെ ഒരു ബ്ലെസ്സിങ്ങിന്റെ മേഖലയെ കർത്താവ് തുറക്കും. ഞാൻ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടായിട്ട് വരും. ഒരു ലെറ്റർ അയക്കുന്നതായിട്ട് വരും, അത് മെയിലായിട്ടോ ഡോക്യുമെന്റ് ആയിട്ടോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ്ങിന്റെ ആയിട്ട് കർത്താവ് അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്ത ഫസ്റ്റ് യേശുവിന്റെ നന്ദി കർത്താവെ, നന്ദി യേശുവെ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരാധന യേശുവെ, ആരാധന യേശുവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്റെ ഒരാളുടെ വിളിപ്പേരാ കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിനെ കുട്ടായി എന്നൊരു പേര് വിളിക്കുന്നു. ആ മനുഷ്യന് 3 സഹോദരിമാരുടെ നടുവിലാണ് ഈ മനുഷ്യനെ കാണുന്നത്. ഈ വ്യക്തിനെ കുട്ടായി എന്ന് പേര് വിളിക്കുന്ന ഒരു മൂത്ത സഹോദരിയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൂത്ത സഹോദരിക്ക് ഒരു മകനുണ്ട്. ആ മൂത്ത മകനെ കർത്താവ് തൊടുന്നാട്ട് പറയുന്നു. ഈ സഹോദരന്മാരുടെ നടുവിൽ നിൽക്കുന്ന, സഹോദരന്റെ ചുറ്റിനും നിൽക്കുന്ന 3 സഹോദരിമാരിൽ മൂത്ത സഹോദരിയുടെ മൂത്ത മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. ആ തലമുറയിനെയും പ്രത്യേകിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു ബ്ലെസ്സിങ്ങിനെ തുറക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയെ, കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ആ സകല വിഷയങ്ങളും മാറി ദൈവത്താൽ ഒരു അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ആ ഡോറുകൾ തുറന്നു വരട്ടെ. സകല പ്രതികൂലങ്ങളും മാറി അത്ഭുത സാക്ഷ്യമായി തീർക്കുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്താട്ടെ. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ മ്യൂട്ട് ചെയ്യണേ.
നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. നന്ദി യേശുവേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ കർത്താവെ, അങ്ങയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിട്ട്. നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ലിങ്കിൽ കയറാൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലിങ്കിൽ കയറാൻ പറ്റാതെ വന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു നിമിഷം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, അതിൽ ഫുള്ളായെന്നോ വല്ലതും കാണുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളത് ഇതിൻ്റെ ഒരു ഇത്ര പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്, അത് കവിഞ്ഞോ എന്ന് അറിയാൻ, അത് തന്നെയാണോ ഈ കംപ്ലൈന്റ് എന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എൻ്റെ അത് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ട്, കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കാണും. കയറാൻ പറ്റാതെ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. സൂമിൽ കയറാൻ പറ്റുന്നില്ല, അത് ഫുള്ളാന്ന് വല്ലതും കാണിച്ചുവെങ്കിൽ, തുടക്കം മുതലേ അത് കാണിച്ചുവെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ഇന്ന് നിമിഷം കൈയെടുത്ത് വെച്ചെന്നിട്ട് പറ, എൻ്റെ രോഗത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് എൻ്റെ രോഗം ക്രൂശിൽ വഹിച്ചതാണ് എന്ന് കൈവച്ചിട്ട് പറ. അത് ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ഏത് രോഗത്താലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് സ്വന്തമായിട്ട് പറ. യേശുവ കണ്ണെ കൈവച്ചിട്ട് പറ, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും, എൻ്റെ ചെവി ഞാൻ കേൾക്കും, എൻ്റെ ശരീരത്തിൽ ഞാൻ ആരോഗ്യത്തോടെ നടക്കും, എൻ്റെ അസ്ഥികൾ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു. യേശു പറ. നിങ്ങൾ ജീവിതകാലം മുഴുവൻ പ്രഷറും ഷുഗറും മരുന്നും കഴിച്ച്, ഏതെങ്കിലും രോഗത്തിന് മരുന്നും കഴിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല കേട്ടോ. യേശു ക്രിസ്തു, എപ്പോഴും പറ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മുറിവേറ്റത്, എനിക്ക് വേണ്ടി കർത്താവ് മാറി മാറി അടികൊണ്ടത്, തകർക്കപ്പെട്ടത്, കരഞ്ഞത്, നിലവിളിച്ചത് എൻ്റെ യേശു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകാൻ വേണ്ടിയാ, എനിക്ക് സാക്ഷിയാകാൻ വേണ്ടിയാ, ജീവിതം മുഴുവനും രോഗമില്ലാത്തൊരു വ്യക്തിയായി ദിവ്യ ആരോഗ്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാ. അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പോൾ ആ വേദനകൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറുക, കാഴ്ചകൾ വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു, അകത്തിരിക്കുന്ന എല്ലാ കൗണ്ടുകളും മാറി പുതിയ അവയവങ്ങൾ, പുതിയ പാൻക്രിയാസുകൾ, പുതിയ ആന്തരിക അവയവങ്ങൾ, പുതിയ അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരുന്നു, ഉണ്ടായി വരുന്നു, ഉണ്ടായി വരുന്നു, ഉണ്ടായി വരുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ അത്ഭുത രോഗസൗഖ്യം ഇപ്പോൾ തന്നെ പ്രിയ മക്കളുടെ മേൽ പകരുന്നപ്പ, വേദന ഇപ്പോൾ തന്നെ വിട്ടുമാറുക, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ. പറഞ്ഞേ, എന്തു വിശ്വസിക്കുന്നു അത് പറ, എന്തു വിശ്വസിക്കുന്നു അത് വിളിച്ചു പറ. ഇപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിന്റെ മേൽ അത്ഭുത രോഗസൗഖ്യം, എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ മേൽ അത്ഭുതകരമായ സാക്ഷ്യം. ഇന്ന് ഞാൻ തന്നെ അതിശയിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ സാക്ഷ്യത്തെ ഞാൻ കാണാൻ വേണ്ടി, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എനിക്ക് സംഭവിക്കുന്നു. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഉറക്ക പറയണം, വായ്പ മേടിക്കത്തില്ല, വാരി വീതറി കൊടുക്കും. എവിടുന്നാന്ന് എനിക്കറിയത്തില്ല. മനുഷ്യനല്ല സഹായം, ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിൽ നിന്ന് എനിക്ക് തുറന്നു തരും. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് കർത്താവ്. സ്വർഗത്തിൽ നിന്ന് വരും യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ആ രോഗസൗഖ്യം സംഭവിക്കും. ദിവ്യാരോഗ്യം, ദിവ്യാരോഗ്യം, ദിവ്യാരോഗ്യം. ആ ബ്ലഡിന്റെ മേൽ, ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ. ആന്തരിക അവയവങ്ങളുടെ മേൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല രോഗത്തിന്. പരിശുദ്ധാത്മാവാ പ്രവർത്തിക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കൽപ്പിക്കുന്നപ്പ, ബിസിനസ്സിൽ, ജോലിയിൽ വർധനവുണ്ടാകട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തെയും ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ വേദനകളെയും ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അത്ഭുത വിടുതൽ സംഭവിക്കുന്നു, അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിതാവെ, അങ്ങ് തൊട്ട് ഓരോ വ്യക്തികളെയും സൗഖ്യമാക്കി, അവർ ഞെരുക്കം മാറ്റി, വിശാലത കൊടുത്ത് അവർ ജീവിതം മാറ്റിമറിച്ച് കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നന്ദിയോടെ, പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. നാളത്തെ ദിവസം വരണം എൻ്റെ ജയത്തിന്റെ ദിവസമാണ്. നാളെ നിങ്ങൾ ഏത് പ്രതികൂലത്തിലായിക്കോട്ടെ, ഏത് വിഷയത്തിൽ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഇന്ന് മുതൽ പറഞ്ഞേക്കണം, നാളെ ഞാൻ അത്ഭുതം കണ്ടിരിക്കും. ഇന്ന് മുതൽ എൻ്റെ തുടക്കമാണ്, ഇന്ന് മുതൽ എൻ്റെ ആരംഭമാണ്. അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അത്ഭുതത്തിന്റെ സാക്ഷിയാണ്, അത്ഭുതത്തിന്റെ സാക്ഷിയാണ്. യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നപ്പാ.
ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായി കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ നിങ്ങൾ പറയണം, ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോവാ, അത്ഭുതം കാണാൻ വേണ്ടി പോവാ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പോക്കോ, സാക്ഷ്യമായി നിങ്ങൾ മാറാൻ വേണ്ടി പോവാ. ഈ സമയത്ത് പ്രാർത്ഥനാ സാക്ഷികളുള്ളവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പറയാം. പറഞ്ഞാട്ടെ. സാക്ഷ്യവും 2 ആലോചനയും പറയാനുണ്ട്. പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ ചേർപ്പുള്ള അശ്വതിയാണ്. അപ്പം ആലോചന ഇപ്പൊ ഒരു ആലോചന പറഞ്ഞില്ലേ, കുട്ടായി നിങ്ങൾ പേരുള്ള ഒരു ചേട്ടന്റെ പേര് വേറെയാണ്, കുട്ടായി എന്നാണ് ചേട്ടനെ വിളിക്കുന്നത്. 3 സഹോദരിമാരുണ്ട്. അത് എന്റെ വീടിന്റെ താഴെയുള്ള വീട്ടിലെ ചേട്ടനാണ്. ആ സഹോദരിക്ക് ഒരു മകനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. പിന്നെ ഇന്നലെ കാലിന് മുട്ടിന് വേദന ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് എനിക്കുണ്ട്. മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ആ വേദന എല്ലാം അങ്ങ് മാറി. ഇപ്പം കർത്താവ് എനിക്കതെല്ലാം മാറ്റി തന്നു. പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, 2 മാസത്തോളമായിട്ട് എൻ്റെ വീടിനോട് ചേർന്ന് ഒരു തെങ്ങ് വാതുക്കൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. റോഡ് സൈഡാണ്. അപ്പൊ ആ തെങ്ങെന്നുള്ള പോലെ ഇങ്ങനെ വീഴുമ്പം തിന്ന ഷീറ്റാണ്. ആ ഷീറ്റയിലേക്ക് വീണിട്ട് ഷീറ്റെല്ലാം പൊട്ടും. പിന്നെ തേങ്ങയെല്ലാം ഉണങ്ങി നിൽക്കുമ്പോൾ അതെല്ലാം മുറ്റത്താ വീഴുന്ന. ഒരു കുഞ്ഞു കൊച്ചയില നടപ്പുണ്ട്. അപ്പൊ അവരോട് അത് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉടമസ്ഥർ അത് വെട്ടി മാറ്റിയില്ല. അങ്ങനെ അപ്പൊ എന്റെ ഭർത്താവ് കൊണ്ട് പരാതി കൊണ്ട് പഞ്ചായത്തിൽ കൊടുത്തു, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, കിടങ്ങൂര്. എന്നിട്ട് അവര് പോലീസുകാരൊക്കെ വന്ന് നോക്കി, അവരോട് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവർ വെട്ടി മാറ്റിയില്ല. നോയമ്പിന് മുമ്പ് അത് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞാണ്, ഈസ്റ്ററിന് മുമ്പ്. എന്നിട്ട് അവര് വെട്ടി മാറ്റിയില്ല. ഞങ്ങളിപ്പം വെട്ടി മാറ്റത്തില്ല, ഇച്ചിരി താമസം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അതിലെ കയറിപ്പോയപ്പോഴത്തേക്കിനും ഞാൻ ആ തെങ്ങ കൈവച്ച് യേശു കർത്താവിന്റെ തിരുമുറിവിനാൽ ഈ തെങ്ങ് എത്രയും വേഗം വെട്ടി മാറ്റട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പ്രാർത്ഥിച്ച് യാതൊരു പ്രശ്നവുമില്ലാതെ ഈ തെങ്ങ് എത്രയും വേഗം വെട്ടി മാറ്റാനുള്ള മനസ്സവർ തോന്നിപ്പിക്കട്ടെ. യേശു കർത്താവിന്റെ തിരുമുറിവിനാൽ അങ്ങനെ തന്നെ സംഭവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ബ്രദറെ, ഇന്നിപ്പം അത് വെട്ടാൻ ഏൽപ്പിച്ച ആളിപ്പം വീട്ടിൽ വന്നു. നാളെ തെങ്ങ് വെട്ടി മാറ്റി വന്ന് പറഞ്ഞു. കർത്താവ് ചെയ്ത അത്ഭുതത്തിന്, കർത്താവ് ചെയ്ത ആ വലിയ നന്മയ്ക്കും അങ്ങും ഒന്നും പ്രശ്നമില്ലാതെ അത് തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത് ഞാൻ എൻ്റെ കർത്താവിന് കൂടാനുകൂടി നന്ദി പറയുന്നു. ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ഒരുപാട് വളരുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി താഴ്ന്ന ഒരു അവസ്ഥയാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് ബലം എന്റെ കർത്താവ് തരുന്നുണ്ട് ബ്രദറെ. ബ്രദറിന്റെ ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹം. ഇത് കേറാനായിട്ട് ഒരു നിമിഷം താമസിക്കും, ഭയങ്കര ഒരു വിഷമമാണ്. എത്രയാണെങ്കിലും സമയം കണ്ടെത്തി ഞാനിത് കേറിയിരിക്കും. എനിക്കത് വളരെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും പ്രേസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് സഹായിക്കുന്ന വൻകൃപയ്ക്ക് നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനൊക്കെ കർത്താവ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് പൂർണ്ണമായി ഇന്നലെ കർത്താവ് സൗഖ്യമാക്കി. അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഇനിയും സിസ്റ്റർ അനേകർക്ക് സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു ബ്രദർ, ഇന്നലെ ഒരു ആലോചന പറഞ്ഞിരുന്നല്ലോ. എഫ്രൈം സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയുണ്ട്, അവരുടെ വീട്ടിലൊരു മരണം നടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാനത് യൂട്യൂബിലാണ് കേട്ടത്. ഇന്നലെ എന്റെ മകനാണ് എഫ്രൈം സ്കൂളിലാണ് അവൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ. എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്ത് ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ, തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോകട്ടോ. ആമേൻ. കർത്താവ് തൊട്ടിരിക്കുന്ന ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം ബ്രദറെ, ഞാനൊരു സാക്ഷി പറയാനായിട്ടാണ്. ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം സാക്ഷി പറയുന്നതാ. കാരണം 8 വർഷം കഴിഞ്ഞ് എനിക്കൊരു മകള് കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായി. കാരണം വചനം പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ച് മരിച്ചവരെ ജീവിപ്പിക്കുകയും എല്ലാത്തിനും ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ആ ദൈവവചനം ഞാനിങ്ങനെ ഈ പ്രേരണ കേട്ട് നാളും തൊട്ട് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് അവള് അല്ലെങ്കിൽ സ്തോത്രം പ്രഗ്നന്റ് ആകുവാനും ഡെലിവറി ആകുവാനും ഞാൻ പോരുന്നതിന് മുമ്പ് സാക്ഷി പറഞ്ഞുതരാം. ദുബായിലാണ് ഞങ്ങളിപ്പോൾ മകളുടെ ഡെലിവറിയോടനുബന്ധിച്ച് വന്നതാണ്. കുഞ്ഞെല്ലാം സൗഖ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും ഇവിടെ ഈ സ്റ്റെപ്പ് 3 നിലയിൽ, അപ്പൊ അത് ആ സ്റ്റെപ്പ് കയറി ഇറങ്ങും ചെയ്ത് എൻ്റെ കാലിന്റെ മുട്ടിന് വേദനയും വന്നു. അപ്പൊ ഞാനിങ്ങനെ കയ്യിൽ കൈവച്ച് ഇങ്ങനെ മുട്ടിൽ എന്നും വെച്ച് യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് അസ്ഥികളുടെ വേദന
പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് കർത്താവിന്റെ ദാസന് അത് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ പൂർണ്ണമായും ആ വേദന മാറുവാൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ജമ്പ് ചെയ്ത് നോക്കുമായിരുന്നു. പൂർണ്ണമായ വേദന മാറുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ഇന്ന് ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്, മക്കളും ഇവിടെ താമസിക്കുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പൂച്ചയുണ്ട്, പിന്നെ 1-2 പട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് നടക്കാനായിട്ട് വൈകുന്നേരം ഒന്ന് പോയതാണ്. അപ്പൊ എനിക്ക് വേണം വാതിൽ ചേർത്ത് അടച്ചില്ലോ എന്താണെന്ന് അറിയത്തില്ല, പൂച്ച ഇവിടുന്ന് ഓടിപ്പോയി. അപ്പൊ ഇവിടെ ഒരു വേഷം കാറ്റെന്തോ ആണ്. അപ്പൊ അതുമൂലം ഞങ്ങൾ അതിന് ആരും അനുഭവിക്കാൻ ഇട വരാതാണ് അതിനൊന്ന് കണ്ടുപിടിക്കാൻ കർത്താവിന്റെ ദാസനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. നന്ദി കർത്താവ്. പ്രിയ സൗകര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ദൈവം പ്രവർത്തിച്ച സൗഖ്യത്തിന് നന്ദി. ആ കാലുകളുടെ വേദനയായിരുന്നു, എന്നാൽ പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്ത് പ്രിയസ്റ്റർ ചാടിയൊക്കെ നോക്കി ഇപ്പൊ ആ വേദന അവിടെ ഇല്ല. കർത്താവ് സൗഖ്യം കൊടുത്ത്, പ്രത്യേകിച്ച് മോളുടെ വിഷയത്തിൽ തലമുറയില്ലാതെ ഭാരപ്പെടുമായിരുന്നു. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു, മരിച്ചവർ ഉയർപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവ് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടതിനെ പറഞ്ഞാൽ അത് കർത്താവെ അത് എനിക്കിന്ന് സാക്ഷ്യമായിട്ട് മാറും. നമ്മുടെ ഓരോരുത്തരുടെയും വിഷയം വ്യത്യസ്തമാണല്ലോ. ഇന്ന് പ്രാർത്ഥിക്കുക, ആ കർത്താവെ നഷ്ടപ്പെട്ടത് മടങ്ങി വരുമെന്ന് തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ദൈവം അത് ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ മോൻ പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കണോണ്ടാണ് ഇവിടെ ഈ അനർത്ഥങ്ങളൊക്കെ വരുന്നത്, പ്രാർത്ഥിക്കരുത് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കഥകടച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഏറ്റ കർത്താവിനെ കാണുമ്പോ ഭയപ്പെടുന്ന ആ പിശാച് അവന്റെ ശരീരത്തിൽ ഇപ്പൊ തന്നെ ഞാൻ വെട്ടി മാറ്റുന്നെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ. അപ്പൊ ഇന്നിപ്പോ എന്റെ അടുത്ത് പറഞ്ഞ പ്രാർത്ഥന എനിക്ക് അതിന്റെ ഫലം കിട്ടിയാ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി കർത്താവ് എന്ന് പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ആ അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് നന്ദി പറയുന്നു. ആ മകനോട് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ നോക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കുമല്ലോ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്റർ. എനിക്ക് 2 സാക്ഷ്യമുണ്ട്. ഒന്ന്, എന്റെ കൈയിന്റെ വിരലാദ്യം വേദന വന്നു. അത് പിന്നെ മേലെ അങ്ങനെ മുട്ടും കയ്യിൽ വന്ന് ഭയങ്കരമായിട്ട് വീങ്ങിയിട്ട് അത് ഒന്നിനും പറ്റാത്ത രീതിയിൽ വീങ്ങി. അത് വല്ലാത്തൊരു പ്രോബ്ലമായി. പിന്നെ അത് നോക്കി ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ച് അത് നോർമലായി. അതേപോലെ കാലിലും അതുപോലെ ഈ കണങ്കാല് വീങ്ങിയിട്ട് നടക്കാൻ പറ്റാത്ത വിധമായി ഒരാഴ്ചയായിട്ട് ഭയങ്കര വേദന. കാല് താഴെ കുത്താൻ പറ്റുന്നില്ല. മക്കളൊക്കെ പറഞ്ഞ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. ഞാനില്ല, എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത് ശരിയാക്കുമെന്ന് പറഞ്ഞു കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നതിനായി സ്തോത്രം പറഞ്ഞു. ഇപ്പൊ അത് പൂർണ്ണമായി മാറി ബ്രദർ. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രേക്ഷിത കൈക്ക് വേദനയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവിന്റെ മുറിവിനാലുള്ള സൗഖ്യത്തിൽ വിശ്വസിച്ചു. ഇന്ന് നമ്മുടെ നടുവിൽ സാക്ഷ്യമായി നിൽക്കുവാൻ സ്വർഗം സഹായിച്ചല്ലോ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു 2 ആഴ്ച മുമ്പ് ഭയങ്കര ഭാരപ്പെട്ട, എന്താന്ന് പറയാനില്ല, ഭയങ്കര ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ അജീസിനെ വിളിച്ച് ഞാനൊന്ന് പ്രാർത്ഥിപ്പിച്ചു. വിളിച്ചിട്ട് കിട്ടാണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വേഗം തിരിച്ചു വിളിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിച്ച് മടുത്തിട്ടേക്കണ കാര്യങ്ങള് കർത്താവ് തുടങ്ങാൻ പോകുന്നു ഇങ്ങനെ പറഞ്ഞു. 2-3 വിഷയം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് മടുത്തിട്ടേക്കണം. 7 വർഷമായി ഭവനം പടുത്തിട്ട്. മുകളില് ഒരു മുറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അജീസിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 4-ാം ദിവസം മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ മോൾ പ്ലാൻ വരച്ചിട്ട് കുറച്ചായി, എന്നാലും അതിങ്ങനെ മുടങ്ങിക്കിടക്കണ പോലെയായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മോളിലേക്ക് പണിയാൻ പോവാണ്, ലോൺ പാസ്സായിട്ടുണ്ട്, അമ്മ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അജീസ് പ്രാർത്ഥിച്ചൊരു 4-ാം ദിവസമാണ് സൈൻ ചെയ്ത് കൊടുത്തു. ഇന്ന് വാർക്കലായിരുന്നു. കർത്താവ് സകലതും ഭംഗിയാക്കി നടത്തി തന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി. പ്രവചനം തന്ന അജീസിനും നന്ദി. പ്രയറി കയറാൻ രൂപ തന്ന ദൈവത്തിനും ബ്രദറിനും നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പറഞ്ഞ തന്നെ കർത്താവ് ഇന്ന് അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നല്ലോ. ഇനിയും വാഗ്ദത്തങ്ങൾ, ഇന്ന് പ്രാർത്ഥന, വിശ്വാസം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനേകർക്കൊരു സാക്ഷ്യമാണ്. ഇന്ന് കർത്താവ് ഇടപെട്ടതുപോലെ തന്നെ ഭവനം പണിയുവാനും എല്ലാം കർത്താവ് ഇടയാക്കി. ആ പ്രാർത്ഥന ഒരു സഹായമായി ദൈവം മാറ്റി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത് സാക്ഷിയുള്ളവർ മാത്രം. ഞാനൊരു സാക്ഷി പറഞ്ഞോ. ബ്രദറെ, ഞാന് കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് പറഞ്ഞതാണ്. എന്റെ അനിയത്തിയുടെ ഒരു മോളുടെ കാര്യമാണ് അത്. ലിവർ മാറ്റി വെക്കണ കാര്യമൊക്കെ പറഞ്ഞത്. മഞ്ഞപ്പിത്തം വന്ന് 5-ാമത്തെ ദിവസം സൗഖ്യം കിട്ടി വന്നു. പക്ഷെ മോള് വീട്ടിൽ വന്നിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് ഓരോ ദിവസവും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കണ്ട, പൂർണ്ണ സൗഖ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആ മോള് തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകാനായിട്ട് ദൈവം കൃപ നൽകി പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവരിപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്നും ഈ കൂട്ടായ്മയിൽ നിന്നും കേറുന്നുണ്ട്, വചനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അവർക്ക് സാമ്പത്തിക കുരുക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം ദൈവം എല്ലാം സഹായിക്കുന്നുണ്ട്. അവർ വളരെ വിശ്വാസത്തിലാണ് ഇപ്പോൾ എന്നും ഉറച്ചു നിൽക്കുന്നുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ട സാക്ഷിയാണ്. ഡോക്ടർ ലിവർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. അത്രയും വലിയ കോംപ്ലിക്കേഷനിൽ പോയതാണ്. പക്ഷേ പ്രിയ മക്കളോടെ പോയിട്ട് പ്രിയ സഹോദരി വിശ്വാസം പറഞ്ഞു, വചനം പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഇന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി മരുന്ന് ഒന്നും കഴിക്കണ്ട, ജോലിക്ക് പോവുക എന്ന് ആലോചിക്കുക. ആ സ്ഥിതിയിലിരുന്ന ആളാണ്. ലിവർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പൊ ലിവറും മാറ്റി വെച്ചിട്ടില്ല, ഒന്നും ചെയ്യണ്ട, മരുന്നും കഴിക്കണ്ട, ജോലിക്ക് പോകാൻ കൊണ്ട് ദൈവം ബലം കൊടുത്തു. കർത്താവിന്റെ സാക്ഷ്യമാണ് അനേകരോട് പറയുക. ഇനിയും ദൈവം തൊട്ടാൽ പിന്നെ ഇനിയും ദൈവം തൊട്ടുകൊണ്ടേയിരിക്കും. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകരെ സൗഖ്യമാക്കുക, അനേകരെ ബലപ്പെടുത്തുക, അനേകർക്ക് യേശുവിന്റെ സാക്ഷിയാക്കുക. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. 4 വർഷമായിട്ട് ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഒരു വലിയ രോഗസൗഖ്യത്തോടു കൂടിയാണ് ഈ സഹോദരിയും വന്ന്, അവരും കുടുംബവും വന്ന് വിശ്വാസത്തിൽ, വേറെ 2 സഹോദരിമാരും വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായിട്ടും അനേകർക്ക് ഇനിയും കർത്താവ് സാക്ഷിയായിട്ട് മാറ്റും. അനേകരെ കർത്താവ് നേടുവാൻ സഹായിക്കും. കൃപ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ പേര് ഫിലോമിന എന്നാണ്. ഞാൻ ഇന്നലെ മീറ്റിംഗില് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഷോൾഡർ പൊക്കാൻ പറ്റാത്ത ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ചത് പൂർണ്ണമായി സൗഖ്യം ദൈവം തന്നു. അതിനായി നന്ദി പറയുന്നു. അതുപോലെ എന്റെ ഇളയ മോള് ജോലിയില്ലാതെ ഭാരപ്പെടുമായിരുന്നു. അപ്പൊ അവള് ഗുജറാത്തിലേക്ക് നേഴ്സാണ്. അപ്പൊ അവൾക്ക് നേഴ്സ് ജോലി ചെയ്യാൻ പറ്റണില്ല. അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അവസരം ഒരുക്കി തന്നു, നേഴ്സ് മക്കളെ പഠിപ്പിക്കാനായിട്ടും. അതുപോലെ മോൻ കൊണ്ടേ ആക്കിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി മരുമോൻ അവനവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ഹോട്ടലായിരുന്നു. അവര് ബേക്കറി തുടങ്ങി അവന് വേണ്ടിയിട്ട് അവർക്കും ജോലി ലഭിക്കുവാനിടയായി. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. മൂത്ത മോള് ജോലിയില്ലാതെ ഭാരപ്പെടുന്നു, അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇളയ മോൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു, അവനെ ഓർത്ത് പ്രാർത്ഥനയും ചോദിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇടപെട്ടിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. ഇനിയും വലിയ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുവാനിടയായി തീരും. വലിയ സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കാനിടയായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. രണ്ട് സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു 2 ആഴ്ച മുന്നേ ഞാനിങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നേ. അപ്പൊ മുന്നേ ഇങ്ങനെ ഗ്ലൂക്കോമയുടെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഉണ്ടാകാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് മരുന്ന് ഒഴിക്കാൻ പറഞ്ഞു. ഇന്നത്തെ തവണ വന്നപ്പോ പറഞ്ഞു ഇപ്പൊ ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. ഇപ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോ മാഡം ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഉണ്ടല്ലോ ഗ്ലൂക്കോമയുടെ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയം കുറച്ച് സമയം ഉണ്ടല്ലോ നമ്മൾ വിളിക്കാനായിട്ട്, ആ സമയം വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കണ്ണുമ്മ കൈവച്ചിട്ടും ഒക്കെ. അപ്പൊ റിസൾട്ട് വന്നപ്പോ ഗ്ലൂക്കോമ ഇല്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. വേറെ മരുന്നൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഡ്രൈനെസ്സിന് മാത്രം ഡ്രോപ്സ് തന്നു. പിന്നെ എന്താണ് 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണം, അത്രമാത്രം പറഞ്ഞിട്ട് തന്നെ വിട്ടു. പിന്നെ അത് കൂടാതെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് ബ്രദറെ. ഇന്ന് എനിക്കൊരു സ്കൂളിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കിങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുക, ഡെമോ എടുക്കുക എങ്ങനെയാണെന്ന് ചെറിയൊരു നെർവസ് ആയിരുന്നു. ബ്രദറിന്റെ വൈഫിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. എനിക്കിന്ന് നന്നായി ഡെമോ ക്ലാസ് എടുക്കാനൊക്കെ പറ്റി, ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി.
അവര് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ക്ലാസ് എന്താ പറയാ കോൺഫിഡന്റോടുകൂടെ ഡെമോ ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ജോലി അവർ തരുമോ തരില്ലെന്നോ എനിക്കറിയില്ല. പക്ഷെ അത് ദൈവമായിട്ട് എനിക്ക് ഞാൻ അതിന് ഓഫീസിൽ അതിനുള്ളിൽ കടക്കുമ്പോൾ ഞാൻ ദൈവമേ അവങ്കിലേക്ക് നോക്കി ലജിച്ചു പോകില്ല, അവരുടെ മുഖം അവർക്ക് പ്രകാശത്തിൽ അവരുടെ മുഖം ലജിച്ചു പോകില്ല, ആ വചനം തന്നെ പറഞ്ഞു കർത്താവിന്റെ കൂടെ വരണേന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് ഒരു പേടി ഒന്നും ഉണ്ടായില്ല. ധൈര്യത്തോടു കൂടി തന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. ഡെമോ ക്ലാസ് എടുക്കാനും ഇന്റർവ്യൂവിന് ഇംഗ്ലീഷിൽ തന്നെ പറയാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. അത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ദൈവം തന്നെയാണ് എൻ്റെ കൂടെ വന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സിസ്റ്ററിനോട് ഭയങ്കര നന്ദി പറയുന്നു. കാരണം സിസ്റ്റർ എനിക്ക് ആ ഒരു ധൈര്യം തന്നത് സിസ്റ്ററാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കല്ല പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ പോയത്. 8:45 അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് പോയി പറയാന്ന് പറഞ്ഞു. വിളിക്കോ വിളിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല ബ്രദറെ. പക്ഷെ എനിക്ക് എന്റെ പാർട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവ് അത് സാക്ഷിയായിട്ടുമായിട്ട് നമ്മുടെ നന്മകളെ വിളിച്ചു വരുന്ന ആൾക്കാരാണ്. ഇത്രയും പറഞ്ഞ കർത്താവ് എനിക്ക് ആ ജോലി ലഭിച്ചതിന് നന്ദി എന്ന് തന്നെ പറഞ്ഞാൽ അത് വേറെ ഒന്നും പറയണ്ട. ജോലി ലഭിച്ചതിന് നന്ദി, ജോലി ലഭിച്ചതിന് നന്ദി യേശുവേ എന്ന് തന്നെ പറയുക. വലിയ പ്രവർത്തികൾ കർത്താവ് നിറയ്ക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലാണ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് അവരുടെ ജോലിയിൽ ബിസിനസ്സിലൊക്കെയും വർധനവുണ്ടാകട്ടെ. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ കാര്യങ്ങളാൽ ദൈവം നിറയ്ക്കും. ഏത് വിഷയത്തെ തകർന്നു പോകത്തില്ല. എപ്പോഴും പറഞ്ഞ് ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ പുറകെ വരും. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ നന്മകളാൽ സ്വർഗത്തിലെ ദൈവം എന്ന് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നാളെ നമുക്കിവിടെ സൺഡേ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം നാളെ നമുക്കിവിടെ ഇതില്ല, എന്താ പറയുന്നത്, നമുക്ക് ഈ സൂം ഇല്ല. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നോക്കട്ടെ. നമ്മുടെ സൂമിന്റെ മീറ്റിംഗ് ഇപ്പോൾ ഡെയിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും. അതിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിനെ ഞാൻ സൂമിന്റെ ഉണ്ടെങ്കിൽ നാളെ സൂം പ്രയർ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എൻ്റെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12 മണിക്കോ 1 മണിക്കോ ആയിരിക്കും. രാവിലെ ഉച്ചയ്ക്കായിരിക്കും അവിടുത്തെ സമയം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു